മായ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രജനി സെറ്റിയിലിരുന്ന് TV കാണുകയായിരുന്നു. കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്ന ശേഷം മായ ഫ്രഷ് ആവാൻ മുകളിലേക്ക് കയറിപ്പോയി. അത്താഴം കഴിഞ്ഞ് രാത്രി മായ ഇന്ദ്രനെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം കിടന്നു. നാളെ തന്നെ തേടി വരാനിരിക്കുന്ന ആ വലിയ ദുരന്തം അറിയാതെ മായ ഇന്ദ്രനെ സ്വപ്നം കണ്ട് നിദ്രാദേവിയിലേക്ക് പുലുകി. അനിലിൻ്റെ മുന്നിൽ കൈ കൂമ്പി കരയുകയാണ് ഡെയ്സി. എന്നെ ഒന്നും ചെയ്യരുത്. എടി മോളെ, നിനക്ക് ഞാൻ സുഖമല്ലേ തരുന്നത്? ആർക്ക് കിട്ടും ഇതുപോലെ രാവിലെ മുതൽ രാത്രി വരെ? അവൻ ഉറക്കെ ചിരിയോടെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിലേക്കിട്ടു. അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവളുടെ അലർച്ച ആ മുറിയിൽ തട്ടിത്തെറിച്ച് അലിഞ്ഞു ഇല്ലാതെയായി. അവൻ്റെ എല്ലാ ആവേശവും കഴിഞ്ഞ് റൂം വിട്ട് ഇറങ്ങുമ്പോൾ ഹോളിൽ ദേവിയുടെ മടിയിൽ അവൻ കിടക്കുന്നു. കൊന്നോ? ദേവി മടിയിൽ കിടക്കുന്നവൻ്റെ തല തടവിക്കൊണ്ട് അനിലിനോട് ചോദിച്ചു. കൊല്ലാൻ പറ്റുമോ അവളെ? അടിപൊളിയാണ്, പെണ്ണായാൽ അങ്ങനെ വേണം. അവൻ ടീപ്പോയിലിരിക്കുന്ന ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഒരു പുകയെടുത്ത് പുറത്തേക്ക് വിട്ടു. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ദേവിയുടെ മടിയിൽ നിന്നും എണീറ്റ് ഡെയ്സി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. അവൻ ഡോർ വലിച്ചടച്ചു. റൂമിൽ നിന്നും വീണ്ടും ആ പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ദേവിയുടെ ചുണ്ടിലും അനിലിൻ്റെ ചുണ്ടിലും ചിരി വിടർന്നു. അവൻ്റെ വരവ് കാത്ത് ദേവിയും അനിലും ഇരുന്നു. അവൾ ചാവാറായി. അവൻ ചിരിയോടെ പറഞ്ഞിട്ട് സെറ്റിയിലിരുന്നു. ദേവി അത് കേട്ടപ്പോൾ എണീറ്റ് ഡെയ്സിയുടെ റൂമിലേക്ക് പോയി. അനി, അതൊക്കെ അവൾ നോക്കിക്കൊള്ളും. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ ഫ്രൈഡേ വരും. അവൻ വരുമ്പോൾ മായ അവനെ വെറുക്കണം. പിന്നെ രക്ഷകനായി ഞാൻ ഉണ്ടാവും അവൾക്ക്. എങ്ങനെ? എന്താ പ്ലാൻ? പറയാം. അതിനു മുമ്പ് ആ തള്ളയെ ആ വീട്ടിൽ നിന്നും മാറ്റണം. അതൊക്കെ മാറ്റാം. അവൻ തൻ്റെ പ്ലാൻ അനിലിനോട് പറഞ്ഞു നിർത്തി. അടിപൊളി, അത് മതി. മായല്ല, ആരാണെങ്കിലും അവനെ വെറുക്കും. അതല്ലേ? പിന്നെ അവളെ കിട്ടിയാൽ ഈ പാപത്തെ മറക്കരുത്. ഒരുപാട് മോഹിച്ചു പോയതാ. എനിക്ക് മതിയാവുമ്പോൾ നീ എടുത്തോ. മതി. അവളുടെ ഒരു വിരൽ തൊടാൻ പറ്റിയാൽ മതി എനിക്ക്. അവരുടെ ചിരി ആ വീട് മുഴക്കി. ദേവി വെപ്രാളത്തിൽ അങ്ങോട്ട് വന്നു. ദേ, ഇത് കുഴപ്പമാവും. അവൾക്ക് ബോധമില്ല. പോരാത്തതിന് നല്ല ബ്ലീഡിങ്ങും ഉണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാശം. അനി, വണ്ടിയെടുക്ക്. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അവൾ ഡോക്ടറോട് പറയില്ലേ? അനിൽ തൻ്റെ സംശയം അവരോട് ചോദിച്ചു. ദേവി, നീയും അനിലും കൂടി ഹോസ്പിറ്റലിൽ അവളെ എത്തിക്കുക. അപ്പോൾ ഇതേപ്പറ്റി ചോദിക്കും. നിങ്ങൾ വരുന്ന വഴി അവൾ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഐഡൻറ്റിറ്റി പറയണം. അവളെ നന്നായി അറിയാമെന്നും നിങ്ങൾ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലാവണം. അപ്പോൾ ആർക്കും നിങ്ങളെ സംശയിക്കാൻ പറ്റില്ല. ഇത് കേസാവും. ആവട്ടെ. അവൾ വാ തുറക്കാതിരുന്നാൽ മതി പോരെ? ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ദേവിയും അനിലും കൂടി അവളെ പിടിച്ച് താഴെ എത്തിച്ച് കാറിൽ കയറ്റി നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു. മുകളിൽ നിന്നും എല്ലാം കണ്ട് അവൻ ആസ്വദിച്ചു. മണ്ടനും മണ്ടിയും. അവൻ ഉറക്കെ ചിരിച്ചിട്ട് ബെഡിൽ പോയി കിടന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവൻ പറഞ്ഞതുപോലെ അവർ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഡെയ്സിയെ ICUയിൽ പ്രവേശിപ്പിച്ചു. ഡെയ്സിയുടെ വീട്ടുകാരുടെ ഫോൺ നമ്പർ അറിയാമോ? ഒരു നഴ്സ് പുറത്തേക്ക് വന്നിട്ട് ദേവിയോട് ചോദിച്ചു. അറിയാം, അവളുടെ വീട്ടിലെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അത് പറയൂ. ദേവി നമ്പർ പറഞ്ഞു കൊടുത്ത് നഴ്സിനെ നോക്കി. എങ്ങനെയുണ്ട് അവൾക്ക്? ആ കുട്ടിയെ നില വളരെ മോശമാണ്. രാവും പകലും ആ കുട്ടിയെ ഒന്നിൽ കൂടുതൽ ആളുകൾ പാവം. അത്രയും പറഞ്ഞിട്ട് നഴ്സ് പോയി. തീർന്നോ നിൻ്റെയൊക്കെ കാമം? ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അവൾ ചാവും. അവൾ ആരും കേൾക്കാതെ ദേഷ്യത്തിൽ പറഞ്ഞു. ഇടി പൂ മോളെ, എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പോൾ അവൾ പതിവൃത്ത ചമയുന്നു. ആടി, ഞാനും അവനും ശരിക്കും അവളെ. മിണ്ടരുത് നീ. അവൻ അവളുടെ മുഖത്ത് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് എണീറ്റ് പോയി. അവൾക്കവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. നായിൻ്റെ മോൻ. അവൾ പല്ലുകൾ ഞെരിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവനെ ഇങ്ങ് വിട്ടേരെ. നീ എവിടെ നിൽക്ക്. അവളുടെ വീട്ടുകാർ വന്നിട്ട് പോന്നാ മതി.
നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലേ? എന്തിന്? അവൾ ചാവുമെന്ന് പറഞ്ഞത് നീയല്ലേ? അവൾ ചത്താ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. ഞാൻ ചിരിയോടെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അത് ശരിയാണ്, അവൾ ചത്ത എല്ലാം മാഞ്ഞു പോവും. അവൾ മനസ്സിൽ ചിരിച്ചുകൊണ്ട് അനിലിനെ നോക്കി പുറത്തേക്ക് നടന്നു. പുറത്ത് സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന അനിലിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവൾ വീണ്ടും അകത്തേക്ക് നടന്നു. ഡെയ്സിയുടെ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഐസുവിൻ്റെ മുന്നിലെ കസേരയിൽ ഇരിക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചു. ദേവി ഫോണിൽ ഓരോ കാര്യങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഡെയ്സിയുടെ ബന്ധുക്കൾ വരുന്നത്. അവരെ കണ്ടപ്പോൾ അവൾ എണീറ്റ് നിന്നു. അവരിൽ ആരെയും ദേവിക്ക് അറിയാവുന്നവർ ഇല്ലായിരുന്നു. അവർ വന്ന് ഐസുവിൻ്റെ ഡോറിൽ മുട്ടി കാത്തിരുന്നു. ഏറെ നേരത്തിന് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. ആ നേഴ്സ് അവരോട് ഡോക്ടറെ നാളെ വരുമ്പോൾ എല്ലാം പറയുമെന്ന് പറഞ്ഞു. നേഴ്സ് ദേവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ദേവിയാണ് ഇവിടെ ഡെയ്സിയെ എത്തിച്ചതെന്നും പറഞ്ഞപ്പോൾ വന്നവർ അവളെ നന്ദിയോടെ കൂമ്പി കാണിച്ചു. അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഡെയ്സിയുടെ അമ്മയെ ഒന്നും അറിയിച്ചിട്ടില്ല. അവൾ അവരുടെ ഓരോ ചോദ്യത്തിനും ശ്രദ്ധിച്ച് മറുപടി പറഞ്ഞു. ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ അവൾ രക്ഷപ്പെട്ടു. അവരൊരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങി. അവൾ അവരെ ആ സമയം കൊണ്ട് അവരുടെ കണ്ണിൽ അവളെ ഒരു മാലാഖയാക്കി മാറ്റി. എല്ലാത്തിൻ്റെയും കാരണക്കാരി ഇവളാണെന്നും അറിയാതെ. നല്ല അഭിനയത്തിന് ശേഷം അവൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പുറത്തു തന്നെയുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്നും ഒരു ടാക്സിയിൽ ഫ്ലാറ്റിലേക്ക് പോന്നു. അവളിൽ ആ അബദ്ധത്തിൽ വിജയിച്ച സന്തോഷമായിരുന്നു. ഫ്ലാറ്റിലെത്തി ടാക്സിക്കാരന് പൈസ കൊടുത്ത് മുന്നോട്ട് നടന്നപ്പോൾ പുറകിൽ നിന്നും ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ ആരോ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒന്ന് ഭയന്നു. പിന്നെ അമ്മതിച്ചില്ല. തിരിഞ്ഞു ഓടാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ഓടി സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവളുടെ തലയിൽ ശക്തിയിൽ ഒരു ബ്രഹരമേറ്റ് അവൾ താഴേക്ക് വീണു. ഇരുട്ടിൽ നിന്നവൻ അവളെ തോളിലേറ്റി സെക്യൂരിറ്റി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. സെക്യൂരിറ്റി ഒന്ന് ഭയന്ന് മാറി നിന്ന് അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ തോളിൽ കിടക്കുന്ന ദേവിയുടെ തലയിൽ നിന്നും ചോര താഴേക്ക് ഒഴുകുന്നുണ്ട്. പറഞ്ഞതുപോലെ ചെയ്താൽ ഇനിയും സഹായങ്ങൾ ഉണ്ടാകും. അയാളുടെ ഉറച്ച സൗണ്ട് കേട്ടപ്പോൾ സെക്യൂരിറ്റി വീണ്ടും പേടിച്ചു. സെക്യൂരിറ്റിക്ക് പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ കൊടുത്തിട്ട് അയാൾ അവളെയും കൊണ്ട് ഗേറ്റും കടന്നുപോയി. അയാൾ കൈ നിറയെ കിട്ടിയ നോട്ടുകളിലേക്ക് നോക്കിയ ശേഷം ചിരിയോടെ സ്വന്തം സീറ്റിൽ പോയിരുന്നു. അനിൽ രാവിലെ എണീറ്റ് ബെഡിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് ഇന്നലത്തെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നത്. വേഗം ഫോണെടുത്ത് ദേവിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് കേട്ടപ്പോൾ അവൻ്റെ വായിൽ വന്ന ഒരു തെറി പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. വീണ്ടും ഫോൺ എടുത്തു അവനെ വിളിച്ചു. ഹലോ, പറയടാ, അവൾ എത്തിയല്ലേ? ഇല്ല, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വല്ല പോലീസ് കസ്റ്റഡിയിലുമാണോ അവള്? നിന്റെ നാവെടുത്ത് ഉള്ളിലിട്ടോ. അവൾ വന്നോളും. എനിക്ക് ഓഫീസിൽ പോണം, വൈകിട്ട് കാണാം. നിനക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നോ? ഞാൻ വിളിച്ചോളാം, നീ പേടിക്കാതെ. ഞാൻ ഇന്നലെ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. ബായ്, വൈകിട്ട് കാണാം. ഓഫീസിൽ വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ? ഫോണിൽ കൂടി മറുതലക്കൽ നിന്നും പച്ചത്തെറി നിർത്താതെ വന്നപ്പോൾ അനിൽ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് തന്നെ ഇട്ടു. മായ റെഡിയായി ഇറങ്ങുമ്പോൾ അർജുൻ കാറുമായി വന്നു. അവൻ രജനിയോട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം മായയെയും കൂട്ടി കാറ് വീട് വിട്ട് പുറത്തേക്ക് പോയി. അവരെ വിളിച്ചോണ്ട് പോവാം, മായ അർജുൻ ഓർമ്മപ്പെടുത്തി. മായ രജനി ആൻറ്റിയോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ഡെയ്സിക്ക് ഒരു ആക്സിഡൻറ്റ്, കുറച്ച് പ്രോബ്ലമാണ്. ഇവിടെ STM ഹോസ്പിറ്റലിലാണ്. എന്ത് പറ്റി ഡെയ്സിക്ക്? എൻ്റെ ഒരു ഫ്രണ്ട് ആ ഹോസ്പിറ്റലിലുണ്ട്. അയാളാണ് രാവിലെ എന്നെ അറിയിച്ചത്. ദേവിയും അവളുടെ ഒരു ബോയ്സ് ഫ്രണ്ടും കൂടിയാണ് അവളെ അവിടെ എത്തിച്ചത്. അവർ ഓഫീസിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്തപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്നാൽ വേഗം വിട്. അവരുടെ കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിർത്തുമ്പോൾ അവരെ കാത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മായയും അർജുനും കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് അയാൾ വന്നു. ആ കുട്ടിയുടെ നില അത്ര പന്തിയല്ല. മായ, ഇതാണ് എൻ്റെ ഫ്രണ്ട് ദുർഗാപ്രസാദ്. ഇവനാണ് എന്നെ വിളിച്ചത്. അവനോട് സംസാരിച്ച
ആളെ മായക്ക് പരിചയപ്പെടുത്തി കൊണ്ട് പറഞ്ഞു. മനസ്സിലായി. ഡെയ്സിക്ക് എന്താണ് പറ്റിയത്? ഡോക്ടർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അവർ ചെല്ലുമ്പോൾ ഡോക്ടർ ഐസുവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഡോക്ടർ, ഡെയ്സിക്ക് എങ്ങനെയുണ്ട്? മായ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും പേടിയും നിഴലിച്ചു. എൻ്റെ റൂമിലേക്ക് വരൂ, ഡോക്ടർ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഞങ്ങൾ ഡെയ്സിയുടെ ഓഫീസിലുള്ളത്. ഇത് MDയുടെ വൈഫാണ്, മായ ഇന്ദ്രൻ. മായയ്ക്ക് ഡെയ്സിയുടെ അച്ഛനെ നേരത്തെ കണ്ട് പരിചയമുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മായ പറഞ്ഞു. അച്ഛൻ പേടിക്കണ്ട, ഇവിടെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഡെയ്സിയുടെ ഫുൾ ആശുപത്രി ചെലവ് കമ്പനി നോക്കും. ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് വരാം. മായയും അർജുനും ഡെയ്സിയുടെ അമ്മാവനും കൂടി ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി. അനിൽ ഉച്ചയായിട്ടും ദേവിയുടെ വിവരമില്ലാതെയായപ്പോൾ വെരിക്കിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നത് അവൻ ദേവിയാണെന്ന് തോന്നി ഓടിപ്പോയി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അനിലിൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. വീഴാതിരിക്കാൻ അവൻ ഭിത്തിയിലേക്ക് ചാഞ്ഞു. അവർ ഡോക്ടറോട് വിശദമായി സംസാരിച്ചു. ഡെയ്സിയുടെ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ് വിവരങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച നടത്തി. ഇന്ദ്രനോട് ഒന്ന് വിളിച്ചു പറയോ അർജുവേട്ടാ? എനിക്ക് എന്തോ തലയ്ക്കൊരു പെരുപ്പം. എന്താണ് പറ്റിയ മായെ? വീട്ടിലേക്ക് പോവാം. കാറിലിരിക്കുമ്പോൾ മായ ആകെ അവസ്ഥയായി. അവളുടെ ഇതേ സ്റ്റേജിൽ പോയതാണ്. ഡെയ്സിയെ ചിരിക്കുന്ന മുഖം മനസ്സിൽ വന്നപ്പോൾ മായ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. മായ, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, എനിക്ക് വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി. അനിൽ ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അവൻ്റെ പങ്കാളിയെ കണ്ടപ്പോൾ ശരിക്കും ഭയന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അനിലിന് കാര്യങ്ങൾ മനസ്സിലായി. പുറകിലേക്ക് ഓടാൻ ശ്രമിച്ച അനിലിനെ വന്നവൻ പുറകിൽ നിന്നും ചവിട്ടി താഴേക്കിട്ടു. വീണുപോയ അനിലിൻ്റെ നെഞ്ചുകൂട് നോക്കി പല പ്രാവശ്യം പഞ്ച് ചെയ്തു. നീ എന്ത് കരുതി? ഞാൻ നിന്നെ കണ്ടെത്തില്ലെന്നോ? നീ കാരണം ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചത് എത്രയെന്നറിയോ? നീ ചെയ്ത നെറികേടിന്. ഞാൻ ജയിലിൽ പോകുമ്പോൾ എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്തു. നിന്റെ പിടിപ്പാട് വെച്ച് നീ രക്ഷപ്പെട്ടു. അനിലിൻ്റെ മുഖത്തും നെഞ്ചിനും വീണ്ടും പ്രഹാരമേൽപ്പിച്ചു. അനിലിൻ്റെ അലർച്ച കേട്ട് സെക്യൂരിറ്റി ഓടി വന്നതുകൊണ്ട് അവന് ജീവൻ തിരിച്ചു കിട്ടി. എല്ലാവരും കൂടി തള്ളി അവനെ പോലീസിനെ കൈമാറി. അനിലിന് നല്ല പരിക്ക് പറ്റി. എന്നാലും അവൻ ഹോസ്പിറ്റലിൽ പോവാൻ തയ്യാറായില്ല. ഫോൺ എടുത്തു അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവനോ? നീ റേപ്പ് കേസിൽ കുടുക്കിയവനോ? റേപ്പ് കേസ് മാത്രമല്ല, ചില വണ്ടി ചെക്ക് കേസിലും എനിക്ക് രക്ഷപ്പെടാൻ താൻ അവനെ പെടുത്തിയിട്ടുണ്ട്. ആ സെക്യൂരിറ്റി വന്നതുകൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അവൻ എങ്ങനെ അറിഞ്ഞു നീ അവിടെ ഉണ്ടെന്ന്? എനിക്കറിയില്ല. നമ്മളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി. ഇനി അവൻ്റെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ പൊടി പോലും ആരും കാണില്ല. നീ പേടിക്കാതെ. ഇതുവരെ നമ്മൾ സ്മൂത്തായി എത്തിച്ചില്ലേ? അതൊക്കെ ശരിയാ. ദേവി വിളിച്ചോ? അവൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ ഡെയ്സിയുടെ ബന്ധുക്കളും എല്ലാം ഉണ്ട് അവിടെ. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പോലീസ് വന്ന് മെയിനോടത്ത് പോയി. ഇതുവരെ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ ദേവി എവിടെ പോയി? അത് നമുക്ക് അന്വേഷിക്കണം. നിനക്ക് പറ്റുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. നല്ല ഇടി കിട്ടിയതല്ലേ? വൈകിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് പറ്റുമോ? ഇന്ദ്രൻ്റെ വീട്ടിൽ പോവാനല്ലേ? ഓക്കെ, ഞാൻ ചെന്നിട്ട് വിളിക്കാം. അനിൽ ഇടി കിട്ടിയ ഭാഗത്തേക്ക് ബാം പുരട്ടി ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്ന് വേദന കൊണ്ട് മയങ്ങാനും പറ്റുന്നില്ല. അവൻ ദേവിയെക്കുറിച്ച് ആലോചിച്ച് കിടന്ന് ഒന്ന് മയങ്ങി. ആ സമയം ദേവിയെ ജീപ്പിൻ്റെ ബാക്കിൽ നിന്നും എടുത്ത് അയാൾ തോളിലേക്കിട്ട് ഒരു ഇരുനില കെട്ടിടത്തിൽ അകത്തേക്ക് നടന്നുപോയി. അവിടെ മറ്റ് 5 പേരും കൂടിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. സൂക്ഷിക്കണം ഈ പിശാചിനെ. അവളെ ഇരുട്ട് റൂമിലേക്ക് ഇട്ടിട്ട് അയാൾ അവരോട് പറഞ്ഞു. സാർ, പൊയ്ക്കോ ധൈര്യമായി. അവളുടെ ഒരു വിളച്ചിലും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. സംഘത്തിൽ തലവൻ എന്ന് തോന്നിക്കുന്ന ആൾ അയാളോട് പറഞ്ഞു. സാറിനൊപ്പം നിന്നത് പണം കണ്ടിട്ട് മാത്രമല്ല,
ആ അകത്ത് കിടക്കുമ്പോൾ ചെയ്തത് സാർ പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാ അവളെ കയ്യിലേക്ക് കിട്ടാൻ. നല്ല രീതിക്ക് പെരുമാറിക്കോ, കൊല്ലരുത്, അവൻ തലവനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. കേട്ടല്ലോ, നിങ്ങൾ തുടങ്ങിക്കോ, യഥാർത്ഥ പീഡനമെന്ത് അവളെ അറിയിക്കണം. ഒരുപാട് പാവം പിടിച്ച പെൺകുട്ടികളെ കശാപ്പു ചെയ്യാൻ കൂട്ടി നിന്നവളാ എന്ന് കരുതി അവളുടെ മാനം നമുക്ക് വേണ്ട. അവൾക്ക് വല്ല HIV കാണും. സൂക്ഷിച്ചു പോയാൽ എല്ലാത്തിനും കൊള്ളാം. അത് കേട്ടപ്പോൾ കൂടെ നിന്നവർ ഉറക്കെ ചിരിച്ചു. അവൻ വന്ന ജീപ്പ് അതിവേഗം ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോയി. മായ ബെഡിൽ തകർച്ചയായി കിടക്കുമ്പോഴാണ് രജനി അങ്ങോട്ട് വരുന്നത്. മോളെ, തലവേദന കുറവില്ലേ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. എവിടെ പോകുക? അതെ, ഞാനൊന്ന് വിനോദിൻ്റെ അടുത്ത് വരെ. അവനൊരു പനി. അവൻ്റെ അമ്മായിയും അമ്മാവനും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാനൊന്ന് വിളിച്ചപ്പോൾ തീരെ സൗണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയോ? കുറച്ച് ചോദിച്ചപ്പോൾ വിക്കിയും മുള്ളിയും ഓരോന്ന് പറഞ്ഞ് മോള് വരുന്നുണ്ടോ? എനിക്കൊട്ടും വയ്യ അമ്മ, മോള് റെസ്റ്റ് എടുക്ക്. രജനി മായയുടെ നെറുകയിൽ തലോടി ഒരു മുത്തവും കൊടുത്തിട്ട് ചിരിയോടെ പുറത്തേക്ക് നടന്നു. അതേസമയം അനിൽ രജനിയെ എങ്ങനെ കുറച്ചു നേരം ആ വീട്ടിൽ നിന്നും മാറ്റുമെന്ന് തല പുകഞ്ഞ് ആലോചിച്ച് ഇന്ദ്രൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കാറിൽ ഇരിക്കുകയാണ്. അവൻ്റെ കാറിന് നേരെ രജനിയുമായി ഇന്ദ്രൻ്റെ കാർ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അനിൽ ഒന്ന് ചിരിച്ചു. ദൈവത്തിന് നന്ദി ഇന്ദ്ര, നീ തീർന്നടാ, അനിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാർ അവിടെ തന്നെ നിർത്തിയിട്ട് കാറിൽ നിന്നും ഇറങ്ങി ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് നടന്നു. അവനിൽ ഒരുതരം ആവേശം തുടികെട്ടി. മായയുടെ രൂപം അവനിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു. അവളുടെ സൗന്ദര്യം ആവോളം അവനിലേക്ക് കയറ്റി. ഷൂ ഊരാൻ നിൽക്കാതെ കോളിംഗ് ബെൽ ബട്ടണിൽ അമർത്തി അവൻ കാത്തുനിന്നു. മനസ്സിൽ പറയാനുള്ളത് ഒന്നും കൂടി പറഞ്ഞു നോക്കി. ഡോർ തുറന്നു നിൽക്കുന്ന മായയെ കണ്ടപ്പോൾ അവനിൽ വഷളൻ ചിരി തെളിഞ്ഞു. മുന്നിൽ അനിലിനെ കണ്ടപ്പോൾ മായയൊന്ന് ഭയന്നു. ആരിത്? എൻ്റെ മായക്കുട്ടിയോ? അനിൽ ചിരിയോടെ ഡോറിൽ പിടിച്ചിരിക്കുന്ന മായയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. അവൻ്റെ വരവ് കണ്ട് അവൾ അറപ്പോടെ അവനിൽ നിന്നും അകലം പാലിച്ചു നിന്നു. ഓ, തമ്പുരാട്ടിക്ക് അടിയൻ വന്നത് പിടിച്ചില്ലെന്ന് മനസ്സിലായി. അവൻ പരിഹാസം കലർന്ന് ചിരിയോടെ ഹോളിൽ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് മായയെ നോക്കി പറഞ്ഞു. അനി, ഇവിടെ ആരുമില്ല. ഇന്ദ്രേട്ടനോ അമ്മയോ ഉള്ളപ്പോൾ വാ, ഇപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്. അത് കേട്ടപ്പോൾ അവൻ ചാടി എണീറ്റ് അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അവളുടെ അടുത്ത് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് അവൻ നില ഉറപ്പിച്ചു. മായ അവൻ്റെ പ്രവൃത്തിയിൽ പേടിച്ചു പോയിരുന്നു. അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈകൾ കണ്ണുകളും ചുയന്നിറങ്ങി. അവൾ ഈർഷ്യയോടെ അവനെ ശക്തിയിൽ തള്ളി മാറ്റി. അവൻ അവളുടെ ശരീരത്തിൽ നിന്നും വരുന്ന ആരെയും മയക്കുന്ന ആ മണത്തിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് മായയിൽ നിന്നും ആ പ്രവൃത്തി വരുന്നത്. അവൻ പുറകിലേക്ക് വെച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. ഇറങ്ങിപ്പോടാ തെണ്ടി ഇവിടെ നിന്ന്, ഇല്ലെങ്കിൽ നിന്റെ ശവം കൂടി കിട്ടില്ല ഇവിടെന്ന്. എൻ്റെ ഇന്ദ്രേട്ടനെ വിളിച്ച ആരൊക്കെയോ ഇങ്ങോട്ട് വരുമെന്ന് നിനക്കറിയില്ലേ? പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മായ അലറി. ഓ, നിന്റെ കുന്ത്രേട്ടം? ആരടി അവൻ? ദൈവമോ? നിനക്ക് അവനെ ശരിക്കും അറിയില്ല. അവൻ നിന്നെ ചതിക്കുവാ. പറഞ്ഞു തീരും മുമ്പ് അനിലിൻ്റെ മുഖത്ത് മായയുടെ കൈ പതിഞ്ഞു. എടി ഉമ്മായി. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഭിത്തിയോട് ചേർത്ത് നിർത്തി. എന്നാ നീ കേട്ടോ, നിന്നെ ഒരു രാത്രി മൊത്തം അനുഭവിച്ചത് ഇപ്പോൾ നീ പറഞ്ഞ നിന്റെ കുന്ത്രേട്ടനാണ്. അവൻ അന്ന് സംഭവിച്ചത് മൊത്തം കാര്യവും മായയോട് പറഞ്ഞിട്ട് അവളെ വിട്ടുമാറി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. എനിക്ക് ഒരു വട്ടം നിന്നെ വേണം. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മായ ഒരു ശവം പോലെ നിന്നു. അവളുടെ തലയ്ക്കുള്ളിൽ കേട്ടത് വിശ്വസിക്കാൻ വയ്യാതെ ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിൽ ഉമ്മ വെക്കാൻ കുനിഞ്ഞപ്പോൾ പുറത്ത് ഒരു ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് അനിൽ വേഗം കർട്ടൻ മാറ്റി നോക്കി. ഇന്ദ്രൻ. അവൻ അവളെ വിട്ട് കാറ്റ് പോലെ അടുക്കളയിലേക്ക് ഓടി. അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അനിൽ മതിൽ ചാടി റോഡിലേക്ക് ഇറങ്ങി. അവിടുന്ന് തൻ്റെ കാറും എടുത്ത് വേഗത്തിൽ ഓടിച്ചു പോയി.
അപ്പോൾ നാളെ കാണാം. ദൈവത്തെ ഓർത്ത് എന്നെ ഇനി 2 ദിവസത്തേക്ക് ഒന്നിനും വിളിക്കരുത്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന തമ്പിയോട് മറ്റൊരുത്തനോടും പറഞ്ഞിട്ട് ട്രോളിംഗ് ബാഗ് ഉരുട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഇല്ലേ, ഞാൻ കട്ടുറുമ്പാവാൻ ഈ വഴിയില്ല. ഇന്ദ്രനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ജീപ്പ് തിരിച്ച് പുറത്തേക്ക് പോയി. തുറന്നു കിടക്കുന്ന ഡോർ കണ്ടപ്പോൾ ഇന്ദ്രൻ രജനിയെ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇന്ദ്രൻ സന്തോഷത്തോടെ ബാഗും വെച്ചിട്ട് ചുറ്റും കണ്ണോടിച്ചു. ഹാളിൽ മായ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മൂസേ. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ അവളെ തൊടാൻ കൈ ഉയർത്തിയപ്പോൾ തൊട്ടു പോവരുത്. അവളുടെ അലർച്ച കേട്ടപ്പോൾ ഇന്ദ്രൻ ഞെട്ടി പുറകിലേക്ക് നീങ്ങി നിന്നു. നീയാണോ ആ രാത്രി എന്നെ പറയടാ എൻ്റെ ജീവിതം നശിപ്പിച്ചത്? അവളുടെ കണ്ണിലെ ദേഷ്യം കണ്ടപ്പോൾ ഇന്ദ്രന് വാക്കുകൾക്കായി പരത്തി. മോളെ, ഏട്ടൻ എല്ലാം പറയാം. വേണ്ട, നീയാണോ അത് മാത്രം അറിഞ്ഞാൽ മതി. ഇന്ദ്രൻ മായയുടെ ചോദ്യത്തിനു മുന്നിൽ തല കുമ്പിട്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം മുകളിലേക്ക് കയറിപ്പോയി.